ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ആവണിസ്വലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പറമ്പിലേക്ക് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് വന്നു തുടങ്ങി, വെയിലൊക്കെ കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. ആ തണുപ്പിന് വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം 4 സൈഡിൽ നന്നായിട്ട് സ്പ്രിംഗ്ലർ നല്ല ഫോഴ്സിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തണുപ്പ് നന്നായിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ. മൊത്തത്തിൽ നമ്മുടെ വാഴകളൊക്കെ ആയാലും ഫുള്ള് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് മണ്ണൊക്കെ നന്നായിട്ടൊരു തണുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വാഴ മാത്രമല്ല, ഇവിടെ നമ്മുടെ കാപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ കാപ്പി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാപ്പിയുടെ വിളവെടുപ്പ് നമ്മുടെ കഴിഞ്ഞോട്ട് ഈ വർഷത്തെ കാപ്പിയുടെ വിളവെടുപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞു. നമുക്ക് കാപ്പി വിളവെടുക്കുന്നത് അടുത്ത വർഷമാണ്. അടുത്ത വർഷം എന്തായാലും ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ നമ്മൾ പകുതിയോളം നമ്മൾ കവാത്ത് ചെയ്ത് നല്ല സെറ്റാക്കി വിട്ടിരിക്കുക. ഇനി നമുക്ക് കവാത്ത് ചെയ്യാണ്ട്. അതുപോലെ തന്നെ വള്ളികളൊക്കെ നന്നായിട്ട് ചുറ്റി പടർന്ന ചില കാപ്പികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ കാപ്പി നമുക്ക്, അതായത് കാപ്പി അല്ലെങ്കിൽ ചായ നമുക്ക് എപ്പോഴും നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും രാവിലെ നമുക്ക് നീച്ച് വരുമ്പോൾ ഒരു ചായ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കാപ്പിയൊക്കെ വെച്ചിട്ട് പൊടിച്ചിട്ടുള്ള ആ ഒരു കാപ്പിയൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം ഫുള്ളൊരു ഉന്മേഷം തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് അത് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പാടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റിയുമാണ്, നമുക്ക് നല്ലൊരു എനർജിയും കൂടി ആട്ടോ. ആ ഒരു കാപ്പിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഇത് കിട്ടാറേ ഇല്ല. മാത്രമല്ല നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ, അതായത് നമുക്ക് അതിന് വേണ്ട ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഏലക്കായും അതുപോലെ തന്നെ ജീരകം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതെല്ലാം പാടെ നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി വറുക്കുന്ന, അതായത് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ കാപ്പിയൊക്കെ പൊടിയൊക്കെ വറക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാം പാടെ ഇട്ടിട്ട് പൊടിക്കാൻ വേണ്ടി നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റും കൂടി ആട്ടോ. അപ്പോൾ ആ ഒരു കാപ്പിയുടെ ഇടയിൽ കൂടിയിട്ടാട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കവാത്തി ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് ചെറിയ മൊട്ടുകൾ, അതായത് ചെറിയ പൂക്കളുണ്ടാവും. അപ്പോൾ കാപ്പി പൂത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ എന്താ പറയുക, നമ്മളൊരു മുല്ലപ്പൂവിൻ്റെ തോട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തോട്ടത്തിലേക്ക് പോയൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഫുള്ളൊരു വെള്ളമയമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നോക്കി ചെറിയ മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും, അതായത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ എല്ലാ കാപ്പിയും ഫുള്ളിങ്ങനെ പൂത്ത് നിന്ന് നല്ല ഭംഗിയുള്ള വളരെ അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൂടെയൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂടുതലാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേക്ക് നമ്മൾ ഇതേപോലത്തേക്ക് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ഇവിടെ വാഴയിലാണെങ്കിലും വാഴയുടെ കൈ ഒരുക്കാനുണ്ടാവും, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യണം. എന്തായാലും അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ പുറത്ത് നല്ല ചൂടുള്ള ഈ ഒരു തണുപ്പത്തിക്കൂടെ നടക്കാം, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ആ ഒരു ചൂട് നമുക്ക് അറിയുന്നേ ഇല്ല എന്തായാലും. അതുപോലെ തന്നെ ഈ ഒരു വാഴയൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേക്ക് നമ്മുടെ പറമ്പിലൊക്കെ വന്നപ്പോൾ ചെറിയ വാഴകളായിരുന്നു. ഇപ്പോൾ നോക്കി നമ്മളെക്കാളും ഹൈറ്റിലായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ ഇതിന് കാടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാടൊക്കെ നല്ല അടിപൊളിയായിട്ട് കളഞ്ഞുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം തന്നെ പറയട്ടെ. എന്നാലും നല്ല സെറ്റായിട്ട് എന്നാലും നമുക്ക് കാട് വളരുന്നതിനനുസരിച്ച് നമുക്ക് പതുക്കെ ഫുള്ളും സെറ്റാക്കി വിടാനുണ്ട്. ഇത് നമ്മുടെ ഏലത്തിനൊക്കെ അത് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ട് തന്നെ ഏലവും കുറച്ച് നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഇപ്പോൾ വരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ കായ്കളൊക്കെ, അതായത് ആ ഒരു സീഡൊക്കെ എന്തൊക്കെയോ തിന്നു പോകുന്നത്, അതുപോലെ ഫുള്ള് ഇങ്ങനെ പൊളിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ്, അതായത് ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ കമൻറ്റൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷിക്കും. കാരണം എന്തായാലും നമ്മളെന്തായാലും നമ്മുടെ പറമ്പിൽ പ്രായോഗികമാണോ നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് അറിയില്ലായിരുന്നു ആ ഒരു ഐഡിയ. എന്തായാലും അതൊക്കെ ഒത്തിരി സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് കിട്ടുന്നു പണിക്ക്. അപ്പോൾ എന്താ പണിയെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അതേപോലെ തന്നെ അവർക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ കൊടുത്ത് വിടും. ഇത് നമുക്ക് എന്തായാലും നമുക്കും വെള്ളം വേണ്ടി വരുമല്ലോ. നമ്മൾ കുറച്ച് നേരം എന്തായാലും ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നമ്മളും വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ എടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ള കൊടിയാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും ചുവമായും നന്നായിട്ട് അടിച്ച് വിട്ടതാട്ടോ. അതായത് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നല്ല സെറ്റായി വളരാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് കെട്ടിക്കൊടുത്താണ്, ചൂടിക്കാരെ വെച്ചിട്ടാട്ടോ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത മുളകൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങുന്നതനുസരിച്ച് നമുക്ക് കെട്ടി സെറ്റാക്കി കൊടുക്കാം. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മുടെ തൂമ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ചെത്തി കൂട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ചെത്തിയിട്ട് ആ ഒരു പുല്ലൊക്കെ നമ്മൾ ഇതേപോലെ ഏലത്തിൻ്റെ ചൂടിലിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഏലത്തിൻ്റെ ചൂടിലൊക്കെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ആ ഒരു പുല്ല് മാറ്റത്തിന് നമുക്ക് കറക്റ്റ് ആ ഒരു തണുപ്പ് അറിയാൻ വേണ്ടി പറ്റും. അത്രയും നല്ല തണുപ്പ് വേരോട്ടൊക്കെ നന്നായിട്ട് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഡയറക്റ്റ് അതിലേക്ക് സൺലൈറ്റ് ഒന്നും അടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്നതാ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കഴിച്ച്. അപ്പോൾ അതെവിടെയാണെന്നല്ലേ
നമ്മുടെ ഇല്ലിക്കൂട്ടത്തിൻ്റെ അവിടെയായിട്ട്. അപ്പോൾ ഈ ഒരു ഇല്ലിക്കൂട്ട് നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. കാരണം ഇല്ലി, അതായത് ഇല്ലിയൊക്കെ ഇങ്ങനെ ചെറിയൊരു കൂമ്പായിട്ട് വരും. അപ്പോൾ നമ്മൾ മുളകും കൂമ്പ് എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് മുളകും കൂമ്പ് ഉണ്ടാവാറുണ്ട്. ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് കുറേ പേര് പല സ്ഥലത്ത് നിന്നിട്ട് മുളകും കൂമ്പ് എടുക്കാറുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ള കുറച്ച് ട്രൈബ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പണിക്ക് വരുന്ന ചേച്ചിമാരൊക്കെ ആയാലൊക്കെ ഇവിടെ വന്നിട്ട് മുളകും കൂമ്പൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു മുളകും കൂമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. നമുക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു മുളക്. അത് കൂടാതെ നമുക്ക് കുരുമുളകൊക്കെ പറിക്കുന്ന സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളൊന്നും ആയിരിക്കില്ല കേട്ടോ പണിക്ക്, കുറേ പേരുണ്ടാവും പണിക്ക്. അപ്പോൾ നമുക്ക് എത്ര ഏണി ഉണ്ടെങ്കിലും തികയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഏണിക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഇല്ലിയിൽ നിന്നൊക്കെ ഏണി, അതായത് ഏണി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. അതായത് ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ടുള്ള കവട്ട കമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ്ങുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ, അതായത് ഒടിഞ്ഞു പോകാതെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു കമ്പുകളാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇല്ലിയുടെ കമ്പുകൾ നമുക്ക് ഏണിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണിത്. ഇപ്പം എന്തായാലും നോക്കിയാൽ നല്ല ഹൈറ്റിലായിട്ട് ഒരു ഇല്ലിക്കൂട്ടം പടർന്നു പോയിരിക്കും. നന്നായിട്ട് തന്നെ ഇങ്ങനെ വട്ടം വീശി വന്നായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ കുറേ ഏലങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ വട്ടം വീശി നമുക്ക് ഇവിടെ പണിയെടുക്കാനൊന്നും പറ്റില്ല. കാരണം ഇതിന് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് കുത്തി കയറുന്ന മുള്ളു കളഞ്ഞാട്ടോ കാലിലൊന്ന് കുത്തി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട് നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ല ഇനി നമുക്ക് ഓർമ്മകളുടെ എണ്ണം കൂട്ടും. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള്ളുകൾ കുറേ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെ നീണ്ടു വന്നിരുന്ന സംഭവം കണ്ടു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പിടിക്കുന്നത് നല്ല ശ്രദ്ധിച്ച് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നോക്കി എല്ലാവരുടെയും മുള്ളുകളാട്ടോ ഇതിന്. അവിടെ ഇവിടെ എനിക്ക് ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ പണി ഏത് വഴി വരുന്നല്ലോ. അത് ഫുള്ള് മുള്ളിൻ്റെ കൂടാരാണേ. ഓരോ ഇല്ലി എത്ര സ്ട്രോങ് ആണെന്ന് അറിയുന്നതിന് ഇത് തന്നെയാണോ തെളിവ്. നോക്കി നന്നായിട്ട് വേര് പുറത്തേക്കും കൂടി സ്പ്രെഡ് ആയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഓരോ മുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ മുട്ടാണ്. ഈ ഒരു മുട്ടിലൊക്കെ നിറച്ചും വേരാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മുട്ടിലാണ് അത്യാവശ്യം വേര്. അങ്ങനെ മുട്ടിലാട്ടോ ഇതിങ്ങനെ വേരുണ്ടായി വരുന്നത്. അതേപോലെ തന്നെ ഒരു മുട്ടിൽ നിന്നാണ് ഇങ്ങനെ പുതിയ മുളകളും വരാറുണ്ട്. നിൽക്കുന്നത് നമ്മുടെ 1.5 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഏലമൊക്കെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു 1.5 മാസം കൊണ്ട് അവർ തരാനുള്ള അടിപൊളി റിസൾട്ട് നമുക്ക് തന്നു എന്ന് പറയാനായിട്ട്. നോക്കി അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ഓരോ മുളകളും നല്ല ഉഷാറായിട്ട് നോക്കി അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചുവട്ടിലൊക്കെ ഞാൻ ചപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തണുപ്പ് കിട്ടുന്നു പറഞ്ഞു. അപ്പോൾ അത് ലൈവായിട്ട് കേട്ടോ കാണിച്ചു തരുന്നത്. നോക്കി മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ് ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തണുപ്പ് കിട്ടുന്നത് വളരെ നല്ലതായിട്ട് ഇവരുടെ ഈ ഒരു വേരോട്ടത്തിനായാലും വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 3 വെറൈറ്റിയാണ് നമ്മൾ പറമ്പിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത്. തിരുതാളി, കണിപ്പറമ്പൻ, അതേപോലെ തന്നെ ഞെറലാണ്. ഇപ്പോൾ ഒരു 3 വെറൈറ്റി ഉഷാറായിട്ട് തന്നെ വരുന്നത്. പിന്നെ നമ്മൾ ഏതൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കെയർ കൊടുക്കുന്നു, അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ അതിന് വേണ്ട പരിചരണങ്ങളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ചും കൂടി ഇരിക്കട്ടെ അതിൻ്റെയൊക്കെ ഒരു വളർച്ച എന്നുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഇനങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. മൊത്തത്തിൽ അടിപൊളിയായി വരുമ്പോൾ എല്ലാം അടിപൊളിയാവും. പിന്നെ വിളവെടുപ്പ് നമുക്ക് എന്നും ഒരു സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വിളവെടുപ്പുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഏലക്കായ് വിളവെടുപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പണിക്ക് ചേച്ചിമാർ 3 പേരാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ 3 പേര് നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവരുടെ കൂടെ കായ എടുക്കാൻ വേണ്ടി കൂടിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൽ പഴുത്തത്, മൂത്തത്, പിന്നെ വരകരിശി എന്നും പറയും. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് കായാണ് നമ്മളിപ്പോൾ കൂടുതലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ കായ നന്നായിട്ട് പഴുത്ത് നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന കായകളാണെങ്കിൽ നമ്മളിങ്ങനെ കൈ വയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ. അങ്ങനെ എന്തായാലും കായ എടുക്കുന്നത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളിതാ കായ് ഇങ്ങനെ കുറേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒത്തിരി നമ്മുടെ ഏലത്തിൻ്റെ കായ്കൾ ഒരുപാട് ഈ സീഡും അതുപോലെ തന്നെ അതിങ്ങനെ സീഡൊക്കെ പൊളിച്ചിട്ട് കുറേ ഇങ്ങനെ ഓരോ ജീവികളൊക്കെ തിന്നു പോയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ ചോട്ടിൽ പോകുമ്പോഴും ഒത്തിരി ഉണ്ട് കേട്ടോ അതിങ്ങനെ പൊളിച്ചിങ്ങനെ നിരത്തിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിമാരത് ചായയൊക്കെ ആയിട്ടുള്ളത് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കണം. അപ്പോൾ ഒരു ചായയൊക്കെ ഇട്ടിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഫ്ലാസ്കിൽ ചായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്ന് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇനി അവർ വീണ്ടും ചായ കുടിക്കും. അപ്പോൾ ഫ്ലാസ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിനി എപ്പോഴാണോ കുടിക്കുന്നത് അതുവരെ നല്ല ചൂടോട് കൂടി തന്നെ അവർക്ക് കുടിക്കുകയും കൂടി ചെയ്യട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫ്ലാസ്കിൽ തന്നെ ആട്ടോ കൊടുത്ത് വിടാറുള്ളത്. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ തണുപ്പാകാം, മഴയാവാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാസ്കിലും കൂടി ആണെങ്കിൽ തണുപ്പാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ചുവടുണ്ട്. അപ്പോൾ അത് ഫുള്ള് ഞങ്ങൾ തീർത്തെടുത്ത അടുത്ത ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നിരിക്കുകയാണേ. പിന്നെ കായ എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് കായ എടുത്ത് പരിചയം ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ
നമ്മൾ ചിലപ്പോൾ എടുക്കുന്നതിൽ പിഞ്ചും അതുപോലെ തന്നെ തീരെ മൂക്കാത്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണക്കുന്ന ടൈമിൽ നല്ല ടാസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു വിളവ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെക്ഷൻ വിളവെടുക്കാൻ നേരത്ത് നമുക്ക് പകുതി കായ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം തന്നെ നമ്മൾ പിഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് കായ് നമുക്ക് നോക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ഇവരൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ കായ എടുക്കുന്നതിൽ. അങ്ങനത്തെ ഞങ്ങളുടെ കായ എടുക്കലിൻ്റെ പരിപാടി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ. പറിക്കാൻ അധികമൊന്നുമില്ല, പകുതി മുക്കാലും ചോദിച്ചിട്ടുണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ കായ എടുത്തുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും കേട്ടോ. കായ എടുത്ത് കാരണം നമ്മുടെ ഇവിടുത്തെ പറമ്പെന്ന് പറയുമ്പോൾ കുത്തിനൊരു ഇറക്കം കൂടി ആയതുകൊണ്ട് മേളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാനാണ് എല്ലാ പണിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു കായ എടുക്കൽ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഏലമൊക്കെ നല്ല രീതിയിൽ ഒരുക്കാൻ വേണ്ടി. അപ്പോൾ എന്നാലും നിങ്ങൾ കായ എടുക്കട്ടെ. എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിൽ ഇടവിള കൃഷിയായിട്ട് നമ്മുടെ ചോളവും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോളമൊക്കെ ഈ ഒരു സ്റ്റേജിലായി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും കതിരൊക്കെ ഇട്ട് തുടങ്ങണം. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചോളമൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ അപ്പോഴത്തേക്കും നമുക്കിത് ചോളകം വിളവെടുക്കും കൂടി നമുക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ അങ്ങനെ കാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഏലത്തിന് ചെട്ടിക്കൂട്ടിയ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ചോളകത്തിന് ചൂട് കൂടി നമ്മൾ സെറ്റായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിൽ കേട്ടോ. ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുള്ളൂ. അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ശൃംഗാരം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏത്തവാഴയാണ്. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഏത്തവാഴയിലാണ്. അപ്പോൾ നന്നായിട്ട് നനഞ്ഞ് കുളിച്ചതിന് ശേഷം നമുക്ക് അവിടെ ശൃംഗാരം എടുത്ത് മാറ്റിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഗ്യാപ്പിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നന കുറവ് എത്തുന്ന അവിടേക്ക് ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് അവിടെ ഏകദേശം നന്നായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ ഇത് പറ്റും. മഴ പെയ്തൊരു എഫക്റ്റിലാട്ടോ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ട് വേറെ നമുക്ക് നന എത്താത്ത സ്ഥലത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്യാം. അതേപോലെ നോക്കി അതിന് തൊട്ടടുത്ത് തന്നെ വേറെ ഒരു സ്പ്രിംഗ്ലറുണ്ട് കേട്ടോ. കാരണം ഇവിടെ ചെറിയ സ്പ്രിംഗ്ലറാണ്. അപ്പോൾ ചെറുതും വലുതായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ വെച്ച് വെച്ചിട്ടുള്ളത്. നല്ല ഹൈറ്റിലാണ് ആ സ്പ്രിംഗ്ലറുകളൊക്കെ കറങ്ങുന്നത്. നോക്കിയാൽ വെയിലിൻ്റെ എഫക്റ്റ് നമുക്ക് ആ ഒരു സ്പ്രിംഗ്ലറിൻ്റെ അവിടെ നിൽക്കുന്നത് നമുക്ക് അറിയാനേ പറ്റില്ല. ആ ഒരു തണുപ്പ് നമുക്ക് പിടിക്കാൻ ഒരു എന്താ പറയുക സൂര്യകിരണങ്ങളുടെ ഇടയിൽ കൂടെ ആ ഒരു വെള്ളത്തിൻ്റെ പിന്നിൽ സ്പ്രേ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ മുകളിലേക്ക് അടിക്കുന്ന രീതിയിലാട്ടോ വരുന്നത്. നല്ലൊരു 360 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലാ ഒരു ഭാഗവും നന്നായിട്ട് തന്നെ നനയാൻ കൂടി അടിപൊളിയാണ്. സ്പ്രിംഗ്ലറൊക്കെ കറങ്ങി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു അടിപൊളി വ്യൂ കൂടി കാണാൻ വേണ്ടി തരുന്നത്. അത് വേറെ എന്താണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ ആട്ടോ. നമുക്ക് ചെറിയൊരു ഭാഗം നന്നായിട്ട് കാണാൻ വേണ്ടി തരുന്നുണ്ട്. ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുക ആ ഒരു ഭാഗത്തേക്ക് വലിയൊരു പുളിമരാട്ടോ നിൽക്കുന്നത്. അതായത് നമ്മുടെ കൊടംപുളിയുടെ മരം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ നമ്മുടെ ആവണിക്കൂട്ട് ഉള്ളിലാണ് കേട്ടോ തോന്നുന്നത്. അല്ലാതെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ആവണിക്കൂട്ട് പുറത്താണെങ്കിൽ നമുക്ക് അതും കാണാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ വെയിലൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉള്ളിൽ കയറി എനിക്ക് വെച്ചിട്ടൊക്കെ ഇതാ ഇതിലൊക്കെ നമുക്കിന്ന് കുറച്ച് പണിയുണ്ട്. കാരണം അതാ ഇങ്ങനെ നമുക്ക് താഴേക്ക് തൂങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മൾ കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് തൂങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചുറ്റി ഫുള്ളായിട്ട് കെട്ടിക്കൊടുക്കാറുണ്ടോ. അപ്പോൾ ഇത് നമുക്കിതിപ്പോൾ കെട്ടേണ്ട ഒരു ലെവലായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ചൂടിക്കാർ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ എപ്പോഴും കൊണ്ട് വയ്ക്കാറുണ്ട്. കാരണം നമുക്ക് ഇതിങ്ങനെ വളരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അടുത്തത് ഇങ്ങനെ കെട്ടി ഇടുവാണല്ലോ. അതിനനുസരിച്ച് നമുക്ക് പിന്നെ ഇതിനെ കെട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇത് ഫുള്ള് ഇങ്ങനെ താഴേക്കാവും. പിന്നെ അതിൻ്റെ ഒരു വളർച്ചയൊക്കെ ബാധിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് കെട്ടി കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും ഇതൊന്ന് കെട്ടാനുണ്ട്. അതേപോലെ തന്നെ മുരിക്കിൻ്റെ കമ്പൊക്കെ കുറച്ച് ഇറക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ചെയ്യണം. നമ്മുടെ ചോളകം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മളിങ്ങനെ ചോളകത്തിൻ്റെ വിത്തുകളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചൂടുകളിൽ പാകി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ചൂടിലൊരു 5-8 വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം ചിലപ്പോൾ പിടിക്കില്ല. കാരണം ഉരുണ്ട് നിന്നിട്ട് എന്തെങ്കിലും തവള ഇതിലൊക്കെ തിന്നിട്ട് ചിലപ്പോൾ എല്ലാമൊന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 5-6 വെച്ചിടുവാണെങ്കിൽ ഇപ്പോൾ ഒരു 3 പോലും ബാക്കി ഉണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മൾ നാട്ടിലുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഏലത്തിന് അങ്ങനെ കേടോ കാര്യങ്ങളായിട്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. കാരണം ഈ ഒരു ചോളത്തിൻ്റെയൊക്കെ സീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ കായിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റുന്നത് തന്നെ ഇതിനെ എഫക്റ്റ് ചെയ്യാതെ ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു കൃഷി കൂടി നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ ചൂടുള്ളത് ഇതുപോലെ നമ്മുടെ ചോളം കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ഗുണം കൂടി കിട്ടും. അതായത് ഇതിൽ ചോളം ഉണ്ടായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് പറിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏലത്തിന് ഒരു തണലും കൂടി ആട്ടോ. കാരണം ഡയറക്റ്റായിട്ട് അതിലേക്ക് സൺലൈറ്റ് അടിക്കാതെ ഒരു ഷെയ്ഡ് നൽകുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അവിടെ ഏലക്കായൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ നമ്മുടെ കുരുമുളക് പഴുത്തത് കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുരുമുളക് ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ചേച്ചിമാർ അവിടെ തകൃതിയായിട്ട് നമ്മുടെ ഏലക്കായ പറിക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴെപ്പറമ്പിൽ വന്നിരിക്കുക. അപ്പോൾ പഴുത്ത മരം നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൊക്കെ അത് മേളിലൊക്കെ കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പഴുത്തതും മൂത്തതും ആട്ടോ നമ്മളിപ്പോൾ പറിച്ചെടുക്കുന്നത്.
നമ്മളിപ്പോൾ മുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൊടിയുടെ തൊട്ടടുത്ത് കൂടെ ഒരു ചാല് പോകുന്നുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ട് തന്നെ കളകളാന്നൊരു സൗണ്ട്, വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ട് കേൾക്കാം. കൂടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിട്ട് നമുക്കിവിടെ ഇങ്ങനെ മുളക് പറിക്കാനാണെങ്കിലും എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിലൊക്കെ മണികൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊടിയിൽ ഓൾമോസ്റ്റ് എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മൂത്ത എല്ലാം നമുക്കിനി പറിച്ചെടുക്കാം. കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് പറിച്ചാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുള്ള് താഴേക്ക് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് അരിയായിട്ട് ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പെറുക്കാനൊക്കെ നല്ല പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ പറിച്ചെടുക്കാം കേട്ടോ മൂത്തതെല്ലാം. കൊടികളൊക്കെ ഇതേപോലെ നല്ല ഹൈറ്റിലാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ചേട്ടനുണ്ട് അവിടെ നിന്നിട്ട് താഴെയായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് പറിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഒരു ഫോണിൽ കയറിയിട്ടാട്ടോ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ വെയിറ്റുമായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പറിച്ചിറങ്ങാനുള്ള കുറച്ചുകൂടി നല്ലത്. അതായത് താഴെ നിന്ന് വെയിറ്റുമായിട്ട് അല്ലാതെ മേളിൽ കയറണം. അതുകൊണ്ട് തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതാ ഈ ഒരു തിരിയിൽ കുറേ ഭാഗം കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ പഴുത്ത് കൊഴിഞ്ഞു പോയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂത്താണ്. പിന്നെ ഇവിടെ നിർത്തണ്ട, നമുക്ക് എല്ലാം പറിച്ചെടുക്കാം. ഇത് ചേട്ടൻ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പറിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ചാക്കിലേക്ക് ആക്കിയിരിക്കണം. അപ്പോൾ നോക്കിയതാ ഇതൊക്കെ പഴുത്തായി തന്നെ നിന്നിട്ട് നന്നായിട്ട് മൂത്ത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കുറേ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ മൂത്തതിന് ശേഷമാണ് ഇതിങ്ങനെ പഴുത്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഉള്ളത് ആ കൊടി ഫുള്ള് നമ്മൾ പറിച്ചെടുത്തിരിക്കുക കേട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഇതിയൊക്കെ അത്യാവശ്യം നല്ല നീട്ടുള്ള തിരികളാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 3-4 വെറൈറ്റി ഉണ്ട് കേട്ടോ കുരുമുളക്. അപ്പോൾ ഓരോന്നിൻ്റെ തിരി വ്യത്യാസം ഉണ്ടാവും. ചിലതാകുമ്പോൾ ചെറിയ തിരിയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചിലത് നല്ല നീട്ടുള്ള തിരിയാണ്. അപ്പോൾ അത് ഇനത്തിന് വ്യത്യാസം വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. ഇവിടെ മുളക് പറിക്കലൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുളകൊക്കെ പറിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ കുത്തുന്ന വെയിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിയർക്കൊന്നുമില്ല, എന്നാലും വെയിൽ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന് പ്രോപ്പറായിട്ട് നനച്ചില്ലാതെ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ഷോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഗാർഡനിൽ പോകുന്നതിന് മുന്നായിട്ട് സ്പ്രിംഗ്ലർ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ സ്പ്രിംഗ്ലറാണ്. അപ്പോൾ ഇത് പൂത്തിരി സ്പ്രിംഗ്ലറാണ്. അപ്പോൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ എല്ലാവരുടെയും വെള്ളം സ്പ്രെഡ് ആവട്ടെ. അപ്പോൾ നമുക്ക് വെച്ച് കൊടുത്തിട്ട് പോകാം. അപ്പോൾ ഇവിടെ അങ്ങ് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യും. അതേപോലെ താഴേക്കുള്ള നമ്മുടെ കുറച്ച് ചെടികളും അതുപോലെ ഏലത്തിന് മൊത്തത്തിൽ ഒന്ന് കിട്ടിക്കൊള്ളും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അതായത് നന എത്താത്ത ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. എന്തായാലും ഞാൻ ഒന്ന് സ്പ്രിംഗ്ലറിൻ്റെ ഓട്ടൊന്ന് കുത്തട്ടെ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പ്രിംഗ്ലർ ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത്. നമ്മുടെ ഉറവിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ വെയിൽ നല്ല ചൂടുണ്ടെങ്കിലും വെള്ളം നല്ല തണുപ്പാട്ടോ. നല്ല ഐസ് പോലത്തെ വെള്ളമാണ് ഇപ്പോഴും. നോക്കി പൂത്തിരി പോലെ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിക്കുക. അപ്പോൾ ഇത് നമുക്ക് നേരെ താഴെ പോകാട്ടോ. കാരണം നമുക്കിത് ബാക്കി കുറേ പണികൾ ഇപ്പോൾ നമ്മുടെ ചേച്ചിമാർ അവിടെ ഏലക്കായ പറിക്കുന്നുണ്ട്. അതേപോലെ താഴെ ചേട്ടന്മാർ ഇവിടെ കുരുമുളകും പറിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിരുന്നു നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പറമ്പിലേക്ക് പോകുന്നതാലും. അപ്പോൾ ഇത് പൂത്തിരി സ്പ്രിംഗ്ലർ പറയാൻ കാരണം എന്താ അടിക്കുന്നത് നോക്കി കറക്റ്റ് പൂത്തിരി കറങ്ങുന്ന ആ ഒരു സെറ്റപ്പിലാണ് അത് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ നനഞ്ഞ് കുളിച്ചതിന് ശേഷം നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. പറമ്പിലേക്ക് പോകുന്നതാലും
നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.